നമ്മള് നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ പൂന്തോട്ടമായിരിക്കണം. കർത്താവിന്റെ പൂന്തോട്ടമായിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ബാരൻ ഏരിയ ആയിട്ട് നനവില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ ആയിട്ട് തീരാൻ വേണ്ടി അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു പൂന്തോട്ടമായിരിക്കണം ഓരോരുത്തരും. ഓരോരുത്തരും പൂന്തോട്ടമാകുമ്പോൾ ഓരോ കുടുംബവും വളരെ വിചിത്രമായ പൂന്തോട്ടങ്ങളായിരിക്കണം. പക്ഷേ നമ്മൾ കാണുന്നത് എങ്ങനെയാ? മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന നമ്മളുടെ ഭവനം അല്ലെങ്കിൽ നമ്മള് കർത്താവിന്റെ പൂന്തോട്ടമായിട്ടാണോ കാണപ്പെടുന്നത്, അതോ മുള്ളും പറക്കാരെയുമാണോ? മുള്ളും പറക്കാരെയും സൃഷ്ടിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മുള്ളും പറക്കാരെയും സൃഷ്ടിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു പൂന്തോട്ടമായിരിക്കണം. നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നോ, നമ്മളെ കർത്താവ് ഏത് ഭാഗത്താക്കി വെച്ചിരിക്കുന്നോ ആ ഭാഗത്തുള്ളവർക്ക് ഒരു പൂന്തോട്ടത്തിന്റെ സുഗന്ധം പകരുന്നവരായിട്ട് നമ്മൾ ആയിരിക്കണം. അങ്ങനെ അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. എന്നാൽ പല ഭവനങ്ങളെ കുറിച്ചും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് പൂന്തോട്ടമാകണം, കർത്താവിന്റെ പൂന്തോട്ടമായിരിക്കണം. കർത്താവിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, അവന്റെ വിളിക്കപ്പെട്ടവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൂന്തോട്ടമായിരിക്കണം നമ്മളും നമ്മളുടെ ഭവനവും. അതിന് കുറവായിട്ട് കാണുന്ന കാര്യങ്ങള് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മാത്രമേ കർത്താവിന്റെ ഹിതം നമ്മളിൽ നിറവേറുന്നുള്ളൂ. കർത്താവിന്റെ ഹിതം നമ്മളിൽ നിറവേറണോ? കർത്താവിന്റെ ഹിതം നമ്മളിൽ നിറവേറണോ, അതോ കർത്താവിന് വേറൊരാളെ അന്വേഷിക്കേണ്ടി വരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കർത്താവെ, അവിടുന്ന് വളരെ ചെലവ് ചെയ്ത എന്നെ ഈ സ്ഥലത്ത് ഈ അവസ്ഥയിൽ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് നീ വളരെ ചെലവ് ചെയ്താണ്. എനിക്ക് വേണ്ടിയിട്ട് വളരെ ചെലവ് നീ ചെയ്തു. നിന്റെ ഓമനപുത്രനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ കയറ്റി നിന്നെ രക്ഷിച്ചു. ആ രക്ഷിച്ച കർത്താവ് അത്രയും കർത്താവ് സ്പെൻഡ് ചെയ്തു. അത്രയും സ്പെൻഡ് ചെയ്ത കർത്താവിന് അവന്റെ ഇണങ്ങിയ പൂന്തോട്ടമായിട്ട് നാം നിൽക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ നാം എത്രമാത്രം വ്യത്യാസപ്പെടാനുണ്ട്, എത്രമാത്രം നമ്മളെ തിരുത്താനുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുകയും നാം തിരുത്തപ്പെടുകയും ചെയ്യണം. തിരുത്തപ്പെടേണ്ട ഒരാവശ്യം നമുക്കുണ്ട്. ഇത് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് വളരെ നിക്ഷേപമാണ്. ഇത് ഈ ലോകത്തിലുള്ള മനുഷ്യര്, ആ മനുഷ്യര് ഒരു വലിയ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ബാങ്കില്. എന്തിനാണ്? അതിന്റെ പലിശ എടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ പലിശ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഡെപ്പോസിറ്റ്. അവർ വളരെ അധ്വാനിച്ചാണ് അത് ഉണ്ടാക്കിയത്, അത് ചെയ്യുന്നു. പക്ഷേ ആ ബാങ്കിൽ നിന്ന് പലിശ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. ആ ബാങ്ക് അങ്ങ് പൊട്ടിപ്പോയി, പലിശ കിട്ടുന്നില്ല.
എങ്കിൽ എത്രമാത്രം പ്രയാസം ആ ഡെപ്പോസിറ്റർക്ക് ഉണ്ടാകും. അവന്റെ ജീവിതത്തിന്റെ അധ്വാനം മുഴുവൻ ആണ് അവിടെ വെച്ച് ആ ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. കർത്താവ് അവന്റെ സ്വന്തം മകനെ, പുത്രനെയാണ്, ഓമനപുത്രനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മളുടെ പാപത്തിന്റെ പരിഹാരം കണ്ടെത്തി. ആ കണ്ടെത്തിയ കർത്താവിന്, പാപത്തിന്റെ പരിഹാരം കണ്ടെത്തിയ കർത്താവിന് നമ്മളെ നോക്കുന്നുടനെ അതിന് അനുയോജ്യമായ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്, അതോ പണ്ടത്തെ ആ പാപത്തിൽ തന്നെ തുടരുകയാണോ? നമുക്ക് ആ പാപത്തിൽ തുടരാൻ ഒരിക്കലും ഇടയാകരുത്. അവന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചവനാണ്. പുത്രന്റെ രക്തത്താൽ വേറൊന്നും കൊടുക്കാനില്ല, വേറൊന്നും കൊണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പുത്രനെ തന്നെ അവൻ ബലിയാടാക്കിയത്. ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വീണ്ടെടുത്തിരിക്കുമ്പോ നമ്മൾ അതിന് പ്രതിഫലമായി തീർന്നില്ല എങ്കിൽ കർത്താവിന്റെ ഹൃദയം വളരെയധികം ദുഃഖിക്കും. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ആ റിസൾട്ട് നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണം. എന്നിട്ടാണ് കർത്താവ് നമ്മളെ ഓരോ സ്ഥാനത്ത്, ഈ ദേശത്തിന്റെ ഓരോ സ്ഥാനത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരെയും കൂടെ ഒറ്റയിടത്ത് നിർത്താമായിരുന്നു. ഇല്ല, ഓരോ സ്ഥാനത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന് ചുറ്റും ഒരു സമൂഹമുണ്ട്. അവർക്ക് കർത്താവിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല. അപ്പോ നമ്മൾ ദുഃഖിക്കുകയാണ്. ദുഃഖിച്ചിട്ട്, കർത്താവേ, നീ വളരെയധികം നിക്ഷേപിച്ച് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ആ സ്ഥാനത്ത് അതിനൊരു പ്രതിഫലമായി തീരുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്നെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ആ പ്രതിഫലം ആയിത്തീരണം. അതിനുവേണ്ടി നമ്മളെ ഒരുക്കണം. അപ്പോൾ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പൈതലായി നമ്മൾ തീരത്തുള്ളൂ. കർത്താവ് ആഗ്രഹിക്കുന്ന പൈതലായി നമുക്ക് തീരണം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ അവസ്ഥയെ ശോധന ചെയ്യാനായിട്ട് ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് രാവിലെ സമയം ഞാൻ നമ്മുടെ മനപ്പാഠവാക്യം വായിക്കാനാണ് ഞാൻ നോക്കുമ്പം ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സഭയിലായിരിക്കുന്ന ഇന്ന് നമ്മളിപ്പോ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റി, ഒരു കാത്തിരിപ്പിനെ പറ്റിയൊക്കെ ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ആകാംക്ഷയോടെ പലപ്പോഴും കാത്തിരിക്കുന്ന ആ സ്നേഹബന്ധത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഈ സമയം എന്നോട് തന്നെ എൻ്റെ ജീവിതത്തിലെ കുറവിലെ ദൈവം കാണിച്ചു തരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എപ്പോഴും വാസ്തവത്തിൽ നമ്മൾ ഈ ലോകത്തില് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പം അതിന്റെ അപകടം എവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ കാത്തിരിപ്പ് എന്താണ്, നമ്മുടെ ഉള്ളിൽ ഒരു ലോങ്ങിങ് എന്താണ്, വാട്ട് ഈസ് യുവർ ലോങ്ങിങ്, ഞാൻ എന്താണ് കാത്തിരിക്കുന്നത്. അപ്പസ്തലനെ സംബന്ധിച്ച് അപ്പസ്തലൻ അവിടെ തന്റെ മരണമല്ല, എന്തെങ്കിലും മരിച്ചു പോകും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നാട്ടുകാരെ നടത്തും, അങ്ങനെയൊന്നുള്ള ഒരു കാര്യങ്ങളല്ല അവിടെ പറയുന്നത്. ഞാൻ കാത്തിരിക്കുന്നു, യേശു കർത്താവ് രക്ഷിതാവായി വരും. ഇത് വായിക്കുമ്പോഴെല്ലാം അവിടെ നിന്ന് കർത്താവായ യേശു വരും. അങ്ങനെ അപ്പസ്തലന്മാരുടെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പോലെ ഒരു യേശുവിനോടുള്ള ഒരു സ്നേഹബന്ധമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോഴും ആമീൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെയാണ് പഴയ കാലങ്ങളിലുള്ള വിശുദ്ധന്മാരെല്ലാവരും ജീവിച്ചെന്നാൽ ഞാൻ ഇന്ന്
നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സമയത്ത് കർത്താവേ, ഇന്ന് എൻ്റെ ഓരോ ദിവസത്തെ ജീവിതത്തിലും എൻ്റെ ഞാൻ എവിടേക്കാണ്, ഞാൻ എന്താണ് അന്വേഷിക്കുന്നത്, ഞാൻ യേശുവിന്റെ വരവിനായിട്ട് നോക്കി കാത്തിരിക്കുന്ന എത്ര എത്ര വിരളമായ എണ്ണങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ ഓർക്കുന്നു. അവിടെ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനൊരു ആ കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നതൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ്? കർത്താവെ, ഞാൻ അങ്ങേക്കായിട്ട് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ആ ഒരു ചോദ്യം ഈ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ എന്നെ അത് തുടർന്ന് ആ ചിന്തിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നമ്മൾ കേട്ട പോലെ കർത്താവ് കേവലം എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല, കേവലം കാൽവറിയിൽ ഒരു ചെറിയ കാര്യം ചെയ്തിട്ടല്ല. തന്റെ ജഗ്ബർ പറഞ്ഞ തന്റെ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാനായിട്ട് പാപത്തിന്റെ അതിഭയങ്കരമായ ആ ബോണ്ടജസ് നിന്ന് എനിക്കൊരിക്കലും സ്വതന്ത്രനാകാൻ കഴിയത്തില്ലെന്ന് ബോധ്യമായതുകൊണ്ട് കർത്താവ് തന്റെ രക്തം, നമ്മൾ രാവിലെ പറഞ്ഞു കേട്ട പോലെ അവസാനതുള്ളി രക്തം ഇനി ഒന്നും ബാക്കി വെക്കാതെ മൊത്തം ഒഴുക്കി കൊടുത്തപ്പോഴാണ് എൻ്റെ പാപത്തിന് പരിഹാരം, ഫുൾ പേയ്മെന്റ് ആയത്. അല്പം കൂടെ ഉണ്ടായിരുന്നു, അല്പം കൂടെ ഉണ്ടെങ്കിൽ ഇതുകൂടെ ഒരു ഡ്രോപ്പ് കൂടെ വീണാലേ തീരത്തുള്ളായിരുന്നു, അവിടെ ഫുൾ ആകത്തുള്ളൂ. സോ ഗോഡ് പെയ്ഡ് ഓൾ. കർത്താവ് അതുകൂടെ കൊടുത്ത് എന്നെ നേടിയെങ്കിൽ ആ വാസ്തവത്തിൽ ആ കാര്യത്തെ പറ്റിയുള്ള ഒരു ബോധ്യം കർത്താവ് എനിക്ക് തരണം. വളരെ നാളായി CFCയുടെ ഒരു മെമ്പറായിരുന്ന ശേഷവും വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴും കർത്താവ് യേശുവിനോടുള്ള സ്നേഹബന്ധത്തിൽ ഞാൻ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ, കർത്താവിനെ വേണ്ടി അല്ല ഇപ്പോഴും എൻ്റെ കാത്തിരിപ്പെങ്കിൽ, നമ്മൾ വായിക്കുന്ന പോലെ ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്ന സകല മനുഷ്യരിൽ മനുഷ്യന്മാരാകാനുള്ള വലിയ സാധ്യതയുണ്ട്. അപ്രകാരമായിരിക്കാതെ കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ എപ്പോഴും ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. നമ്മൾ എവിടെ ആയിരുന്നാലും 100% കർത്താവിൻ്റെ ഒരു പൂന്തോട്ടമായി, കർത്താവിൻ്റെ പൈതലായി ഇരിക്കണം എന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം അവിടെ പൂന്തോട്ടത്തിന് വെള്ളം വേണമല്ലോ. അപ്പം 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ ആറ്റിൽ നട്ടിരിക്കുന്നവൻ തക്കാലത്ത് ഫലം കായ്ക്കുന്നുമില്ല, വാഴാത്ത വൃക്ഷം പോലും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. അപ്പം വടക്കൻ കാറ്റെന്ന് പറയുന്ന സഫറിങ്, പഴി ദുഷി നിന്ന ഞെരുക്കങ്ങൾ വരുമ്പം തെക്കൻ കാറ്റ് വരും ആശ്വാസത്തിന്റെ. അപ്പം ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ എല്ലാ കാര്യങ്ങളും. സ്തോത്രം. നല്ല കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തോ പറയണ്ടോ. എന്നാലും ദൈവവചനമല്ലേ കേട്ടത്. ഇന്നലെ ഞാനൊരു മെസ്സേജ് കേട്ട ഇങ്ങനെയാണ്, ഈ പിശാച് ആരാ, പിന്നെ what is the name of that devil who became ലൂസിഫർ. ലൂസിഫറിന്റെ ഒരാഗ്രഹമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സിംഹാസനത്തിന് മുകളിൽ കയറണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ആ വ്യക്തിക്കുണ്ട്, ആ പിശാചിനുണ്ടായിരുന്നു, ആ ഏഞ്ചൽസിനുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ഏറ്റവും താഴോട്ട് വന്നു. When he went up, he came down. And he did this. അത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്, താഴ്മ. പിന്നെ ഞാൻ കേട്ട ഈ യെശയ്യാ പ്രവചനത്തിന്റെ 58 ഇന്ന് സവരം വായിച്ചത്. കർത്താവ് ആഗ്രഹിക്കുന്നതായ ചില സംഗതികൾ. 11. The Lord will guide you continually and satisfy your soul in drought and strengthen your bones. You shall be like a watered garden. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഉള്ള ഒരു വാക്യം നോക്കണേ. 9-ാമത്തെ വാക്യത്തിന്റെ
second part, if you take away the yoke from your midst, the pointing of finger and speaking wickedness. അതിന്റെ മലയാളം ഒന്ന് വായിക്കാവോ പ്രിയ? If you take away the yoke from your midst, the pointing of finger and speaking wickedness, if you extend your soul to the hungry and satisfy the afflicted soul, then your light shall dawn in darkness, and your darkness shall become a noonday. പിന്നീടാണ് പറയുന്നത് ലോർഡ് വിൽ ഗൈഡ്. ഈ കാര്യം ആ ആ ഇതും എന്റെ ജീവിതവുമായിട്ട് എന്തോ ബന്ധമുണ്ട്? Am I concerned about somebody? ഞാൻ ഒരിക്കലും കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കർത്താവെ ആഗ്രഹിക്കുന്നതായ രീതിയിലായിത്തീരുക എന്നുള്ളതാണ്. കർത്താവിനെ സഹായിക്കട്ടെ. വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരിക്കലും കർത്താവിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇന്നും ഞാൻ പറയുന്നു, എന്നും ഞാൻ പറയും, I do not want to speak, but God has given me something to get along with Christ ways. May God. ദൈവകൃപയ്ക്ക് നന്ദി പറയാം. നമ്മൾ കേട്ടത് ഉത്തമഗീതം 4:12 നമ്മുടെ ഈ തോട്ടത്തിനെ കുറിച്ചാണ് കേട്ടത്. ഒരു അടഞ്ഞിരിക്കുന്ന തോട്ടം, ദൈവത്തിനായി മാറ്റിവെച്ച ഹൃദയം. എനിക്ക് നേരിട്ട് മനസ്സിലായ 3 കാര്യങ്ങളാണ്. നമ്മൾ അടഞ്ഞ തോട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധമായ ജീവിതത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അടഞ്ഞ തോട്ടം എന്ന് പറയുമ്പോൾ മറ്റാർക്കും കയറാൻ കഴിയാത്ത ഒരു സംരക്ഷിതമായ, നമുക്കും ദൈവത്തിന് മാത്രം കയറാൻ പറ്റുന്ന സ്ഥലം. അതിനകത്ത് പാപവും ഈ ലോകത്തിലുള്ള ചെടിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ കയറാൻ ഒരു സ്ഥലം കൊടുക്കരുത്. പിന്നെ ആ വാക്യത്തില് ഉറവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വിശ്വാസികളുടെ ഉള്ളിൽ നിന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകുന്നത്. നമ്മളതിനെ ശുദ്ധമായി തന്നെ സൂക്ഷിക്കണം. അതിലോട്ട് ഒരു മാലിന്യം, ഒരു വേസ്റ്റ് ഇടുന്ന പോലെ നമ്മളൊരു ഗാർഡൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ നല്ല രീതിയിൽ നോക്കിയില്ലേല് ജസ്റ്റ് അതിനകത്ത് പ്രാണികളും ഈ നമ്മൾ പറഞ്ഞ പോലെ മുള്ളുകളൊക്കെ, കളകളൊക്കെ വരും. പിന്നെ നമ്മുടെ സഭ ഈ കർത്താവിന്റെ വധുവാന്നും പറയുന്നുണ്ട്. ലോകത്തിന്റെ കണ്ണിൽ കൂടെ നമുക്കത് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം ദൈവത്തിന് മനോഹരമായി കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിനെ അടയാതിരിക്കണം. ലോകം മലിനപ്പെടാതെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ വിശുദ്ധിയുടെ തോട്ടമായിട്ട് നമ്മൾ ഓരോരുത്തരായിരിക്കണം എന്ന് പറയുന്നത്. എനിക്ക് ഇതെങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മെയിനായിട്ടൊരു കുഴപ്പം. ഇത്ര മനസ്സിലായതാണ്.